ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവനെ SI അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിൽക്കെന്ന് പറഞ്ഞു ജീവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിത്യ. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം തന്നെ നിങ്ങൾ കുറ്റവാളിയാണെന്നും ചതിയനാണെന്നും നാടകമാണെന്നും ഒക്കെ തന്നെ പറഞ്ഞിട്ടും ഞാനൊന്നും തന്നെ ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ഇനി ഒരിക്കലും ജീവനും നിത്യയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തകർന്ന് താഴേക്കിരിക്കുകയാണ് നിത്യ. ഇത് കാണുന്ന സുജാതയ്ക്ക് സന്തോഷമാവുകയാണ്. നിത്യയെ സമാധാനിപ്പിക്കാനായി ജീവൻ ശ്രമിക്കുമ്പോഴേക്കും വാടാ എന്ന് വിളിച്ചുകൊണ്ട് ജീവനെയും കൊണ്ട് പോലീസുകാര് ജീപ്പിലേക്ക് കയറുകയാണ്. തുടർന്ന് സുജാത നിത്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിത്യ സുജാതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയും രാമകൃഷ്ണനും കല്യാണിയും കൂടി വീട്ടിലേക്ക് വരുന്നതാണ്. അതേസമയം അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ പുറത്തേക്ക് വീണിറങ്ങി ചെല്ലുകയാണ്. ഞാൻ കരുതി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാണുമെന്ന്. ആ നിത്യ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജ്യോതിയുടെ കല്യാണം കഴിയുമ്പോൾ ജീവനെയും കൊണ്ട് നാട് വിടുമെന്നോ എവിടേക്കോ പോയി താമസിക്കുമെന്നോ. എന്നിട്ട് ഓന്ത് നിറം മാറുന്നത് പോലെയല്ലേ അവളിപ്പോൾ മാറിയത്? എനിക്ക് ആഘോഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജീവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ, ഇനിയും പല അറസ്റ്റുകളും ഈ വീട്ടിൽ തന്നെ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൈകാലിട്ടടിക്കുന്നതേ എനിക്കൊന്ന് കാണണം. അത്രയും പറഞ്ഞുകൊണ്ട് വീണ അകത്തേക്ക് പോകുമ്പോൾ രാമകൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല അവളിപ്പോൾ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താ? അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ അമ്മാവ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ടെന്ന് ഹരി പറയുന്നു. അല്ല മോനെ, നീ നിത്യയുടെ അടുത്തേക്ക് പോകുന്നില്ലേ? ഈ ഒരു അവസ്ഥയിൽ അവളെ സമാധാനിപ്പിക്കാൻ നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാനിപ്പോൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. അവളുടെ മനസ്സ് ഒന്ന് ശരിയാകട്ടെ എന്ന്. പാവമാണ്, കരയാനുള്ളതെല്ലാം കരഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരി തന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന നിത്യയാണ്. സുജാത തന്നെ ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിച്ചതും ഒപ്പിടില്ലെന്ന് പറഞ്ഞപ്പോൾ സുജാതയുടെ കയ്യിൽ നിന്നും തല്ലി കിട്ടിയതും ഒക്കെ തന്നെ നിത്യ ഓർക്കുന്നു. എല്ലാത്തിന്റെയും അവസാനം ജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യവും റീനയെ കൊലപ്പെടുത്തിയ കാര്യവും ഒക്കെ തന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്നു നിൽക്കുന്ന സുജാതയും രഘുവിനെയുമാണ്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ശരവണൻ ചോദിക്കുമ്പോൾ രഘു പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ തടസ്സമായിരുന്നു അവൻ. അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മതിയെന്നായിരുന്നു എനിക്കും ഇവൾക്കും നമുക്കെല്ലാവർക്കും. പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങളാരും കരുതിയില്ല സാർ. അവർക്ക് അങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, എല്ലാവരെയും കൊല്ലണം എന്നൊക്കെ ശരവണനും പറയുമ്പോൾ സുജാത പറയുകയാണ്, അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഞാൻ തോറ്റുപോയ ദിവസമാണ് ഇന്ന്. എന്നിലെ അമ്മയെ അവൻ കൊന്ന ദിവസമാണ്. എടോ, താൻ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് ഇനിയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചു തുടങ്ങാം. ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ കഴിക്കാൻ ആഹാരം എടുത്തു വെച്ചാൽ കഴിക്കാൻ കഴിയാതെ നമ്മളൊക്കെ എത്രയോ ബുദ്ധിമുട്ടി. നമ്മളെ ബുദ്ധിമുട്ടിച്ച ആ ഭൂതം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയി. അങ്ങനെ വേണം കരുതാൻ. തുടർന്ന് ശരവണൻ പറയുകയാണ്, നിത്യാമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അമ്മയൊന്ന് പോയി നോക്കണം. തുടർന്ന് രഘുവും സുജാതയോട് നിത്യയുടെ അടുത്തേക്ക് പോകാനായി ആവശ്യപ്പെടുകയാണ്. രഘുവേട്ടൻ കുറച്ചു കഴിഞ്ഞ് മനുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം. അങ്ങനെ സുജാത അവിടെ നിന്ന് പോയതിനു ശേഷം ശരവണൻ പറയുകയാണ്, എല്ലാം കൈവിട്ടു പോയി സാർ. സുജാത മേഡത്തിനെയും നിത്യാമ്മയും ഇനി നിങ്ങൾ വേണം സാർ എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് ശരവണൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്ന സുജാതയെയാണ്. അമ്മ ചെയ്തത് ശരിയും ഞാൻ വിശ്വസിച്ചത് തെറ്റുമായി പോയി. തെറ്റായ ഒരു കണ്ണോടെ ഞാൻ ഇതുവരെ ജീവനെ കണ്ടിരുന്നില്ല. അയാള് ആ കാഴ്ച കാണാൻ എന്നെ അനുവദിച്ചിരുന്നതുമില്ല. പോട്ടെ മോളെ, അച്ഛനും ഞാനും അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു 8 വർഷം അവൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നല്ലോ. അന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോ അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ സുജാത പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നിത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.